ഹലോ മക്കളെ, വെൽക്കം ടു എൻസ്കോൾ CUT. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CUT 2025 ഫുള്ളി സിലബസ് ആണ്. എല്ലാ മക്കൾക്കും എന്താണ്, എങ്ങനെ CUT തുടങ്ങണം, എന്തു പഠിച്ചു തുടങ്ങണം എന്നൊക്കെയുള്ള ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇന്ന് നമ്മൾ എന്താണ് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് CUTയുടെ സിലബസ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ CUT നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, എൻസ്കൂള് കേരളത്തിൽ CUT ആരംഭിച്ച അന്ന് മുതൽ എന്താണ് CUTക്ക് ക്ലാസ് കൊടുക്കുന്ന ഒരു അക്കാദമിയാണ്. നിരവധി വിദ്യാർത്ഥികൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഡൽഹി തുടങ്ങി BSU ആണെങ്കിലും നിരവധി പോണ്ടിച്ചേരി ഉൾപ്പെടെയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും എന്താണ് എൻസ്കൂളിൻ്റെ സ്റ്റുഡൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ വർഷവും എന്താണ് 500-ൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഓൾറെഡി എന്താണ് ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളും കൂടി എന്താണ് ഈ വിത്തിൻ ദിവസങ്ങളിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു കിഡിലം ബാച്ചായിട്ട് തന്നെ എന്താണ് മാറണം. ഓഫ്ലൈനും അതേപോലെ തന്നെ ഓൺലൈനും ബാച്ചുകളൊക്കെ എന്താണ് എൻസ്കൂളിൽ അവൈലബിൾ ആണ്. ഹോസ്റ്റൽ ഫെസിലിറ്റികൾ അവൈലബിൾ ആണ്. നിങ്ങളുടെ +2 എക്സാമിന് ശേഷം നിങ്ങൾക്ക് എന്താണ് ഇവിടെ എൻസ്കൂള് മലപ്പുറത്ത് എൻസ്കൂളിൽ വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഗേൾസിനും ബോയ്സിനും ഒക്കെ സെപ്പറേറ്റ് ഹോസ്റ്റലുകളും കാര്യങ്ങളൊക്കെ എല്ലാം എന്താണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഓഫ്ലൈൻ ബാച്ചുകൾ എല്ലാം എന്താണ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് വരാം. ക്ലാസ് നമ്മളെ CUTയിൽ ആദ്യം നമ്മൾ പറയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു 3 സ്റ്റെപ്പും കാര്യങ്ങളൊക്കെയാണ്. അതെല്ലാവർക്കും എന്താണ് ഏറെക്കുറെ അറിയുന്നുണ്ടായിരിക്കും. അതിൽ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്താണ് അതിലേക്ക് ഇറങ്ങിയിട്ട് എന്താണ് നമുക്കതൊന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ് എന്ത്, നമ്മുടെ CUTയിൽ ജനറൽ ടെസ്റ്റ്, അതേപോലെ ഇംഗ്ലീഷ്, ദെൻ ഡൊമൈൻ സബ്ജക്റ്റ്. ഈ 3 പേപ്പറുകളാണ് എന്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അല്ലേ. അതിൽ തന്നെ എന്താണ് ജനറൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ പഠിക്കണം, ഓരോ ടോപ്പിക്കിലും ഏതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ജനറൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ജനറൽ നോളജ് എന്നിട്ട് കേട്ടാൽ തന്നെ എന്താണ് ഭൂമിക്ക് ഉള്ളിലുള്ളതും പുറത്തുള്ളതും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ എന്താണ് നമ്മൾ എന്താണ് പഠിക്കണം എന്നുള്ള. പക്ഷെ അതൊന്നും വേണ്ട, നമ്മൾ അതൊക്കെ ഷെഡ്യൂളിങ് ചെയ്തിട്ട് എന്താണ് വേണ്ടത് മാത്രം പഠിച്ചിട്ട് അങ്ങോട്ട് സെറ്റാക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ എന്താണ് ഇംഗ്ലീഷിലാണെങ്കിലും, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ ഇംഗ്ലീഷ്, അതിലുള്ള കുറച്ച് ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞുതരും. അതേപോലെ തന്നെ എന്താണ് ഡൊമൈൻ സബ്ജക്റ്റുകളാണെങ്കിലും എങ്ങനെ നിങ്ങൾ പഠിക്കണം എന്നുള്ള ആ ഒരു ഭാഗം കൂടി എന്താണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് വൺ എന്താണ് ജനറൽ ടെസ്റ്റ് എന്നുള്ളതാണ് അല്ലേ. ജനറൽ ടെസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ യൂണിവേഴ്സിറ്റികളും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഒരു പേപ്പറാണ് എന്ത് ജനറൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ബാക്കിയുള്ള സബ്ജക്റ്റുകളൊക്കെ ഒറ്റ സബ്ജക്റ്റ് ആണെങ്കിൽ ജനറൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സബ്ജക്റ്റുകൾ കൂടിയിട്ടുള്ള ഒന്നാണ് എന്ത് ജനറൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ എന്താണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും ഈ ജനറൽ ടെസ്റ്റ് നിന്നാണ്. ഏകദേശം 60 ക്വസ്റ്റ്യൻ ആണ് എന്ത് ജനറൽ ടെസ്റ്റിൽ ചോദിക്കുക. അതിൽ 50 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. 50 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. ആ 50 ഏതൊക്കെയാണ്, ആ 60 ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് വരിക എന്നുള്ളത് എന്താണ് നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടതുണ്ട് അല്ലേ. ജനറൽ ടെസ്റ്റിൽ എന്താണ് മക്കളെ, ജനറൽ ടെസ്റ്റിൽ മാത്സ് വരുന്നുണ്ട്, അതേപോലെ തന്നെ എന്താണ് മെന്റൽ എബിലിറ്റി വരുന്നുണ്ട്, അതേപോലെ GK. ഈ 3 സബ്ജക്റ്റുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അല്ലേ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ 3 എണ്ണമാണ്. അതേപോലെ തന്നെ എന്താണ് ഇപ്പോൾ മാത്സ്, മെന്റൽ എബിലിറ്റി, അതേപോലെ തന്നെ എന്താണ് GK. ഈ 3 സിലബസും നമ്മൾ എന്താണ് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്താണ് അത് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ മാത്സിന്റെ ഒരു കേസ് എടുത്ത് നോക്കാം. മാത്സ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ഏറെക്കുറെ എല്ലാ കുട്ടികൾക്കും ഏറ്റവും ടഫ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇത് മാത്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മാത്സ് അത്ര ടഫ് ആണെങ്കിൽ പോലും ഒരു 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള മാത്സ് ആണ് സാധാരണ എന്ത് CUTയിൽ ചോദിക്കാറുള്ളത്. ആദ്യ വർഷം CUT എക്സാം തുടങ്ങിയ സമയത്ത് നല്ല സിമ്പിൾ ആയിരുന്നു മാത്സും മെന്റൽ എബിലിറ്റി ഒക്കെ ആണെങ്കിൽ എന്താണ് വളരെ സിമ്പിൾ ആയിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അടുത്ത വർഷം വന്നപ്പോൾ എന്താണ് ചെറുതായിട്ടൊന്ന് ടഫായിട്ട് മാറി. പിന്നെ എന്താണ് കഴിഞ്ഞ വർഷമൊക്കെ ഒന്നുകൂടെ ടൈറ്റായിട്ട് ഏറെക്കുറെ ഒരു +1 ലെവലിലേക്ക് വരെ എന്താണ് മാത്സിന്റെ ലെവൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്.
എങ്കിലും എന്താണ് ഇപ്പോൾ +1 എല്ലാവരും ഇപ്പോൾ മാത്സ് പഠിക്കണമെന്നുണ്ടോ? ഇല്ലല്ലോ. എങ്കിലും എന്താണ് 10th ലെവലിലെ കുറച്ച് ഹയർ ലെവലായിട്ട് എന്താണ് നിങ്ങൾ മാത്സ് പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ PSC SSC അതേപോലെ UPSC പോലെയുള്ള എക്സാമുകൾക്ക് വരുന്ന ആ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് എന്താണ് മാത്സിൽ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ അധ്യാപകരും എന്താണ് സിവിൽ സർവീസിന് ക്ലാസ് എടുക്കുന്ന അധ്യാപകരാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു നിലവാരം എല്ലാ ക്ലാസ്സിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ മാത്സിൻ്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ഇത്രയും ടോപ്പിക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ LCM HCF ഒക്കെ എന്താണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കേസുകളാണ് അല്ലേ. അതേപോലെ എന്താണ് ഡിവിസിബിലിറ്റി, അതേപോലെ നമ്പർ ഓഫ് സീറോസ്, ഓരോ എന്താ പറയുക പോയിന്റ് ഇട്ടിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ് റേഷ്യോസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഒരു കച്ചവടം ചെയ്ത് അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങി അതിലെന്താണ് 100% അല്ലെങ്കിൽ 60% ലാഭത്തിൽ വാങ്ങി, പിന്നെന്താണ് 40% നഷ്ടത്തിൽ കൊടുത്തു, അങ്ങനെ ചെയ്താൽ എത്ര, അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എന്ത് അതിലുണ്ടായിരിക്കുക. അതേപോലെ എന്താണ് വർക്ക് ആൻഡ് ടൈം, ഒരു 3 ആളുകൾ ഇന്ന ജോലി ചെയ്യാൻ ഇത്ര ദിവസം വേണ്ടി വരും, അതേ ജോലി ചെയ്യാൻ 2 ആൾക്കാർ ചേർന്നാൽ എത്ര ദിവസം എടുക്കും, ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്താണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ എന്താണ് നമ്പർ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് എന്ത് മാത്സിലെ നമ്പർ സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. ദെൻ ഏവറേജ്, അതേപോലെ ജിയോമെട്രി, ദെൻ അതേപോലെ പ്രോബ്ലം, ഏജിൻ്റെ ഒക്കെ ഏജ്, ഇപ്പോൾ എന്താ പറയുക ഏജിൻ്റെ ഒക്കെ കണക്ക് നിങ്ങൾ PSC ലെവലൊക്കെ ഉള്ള ആ ഒരു വീഡിയോ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 8ലും 9ലൊക്കെ നമ്മൾ എന്താണ് ചെറിയ തോതിൽ എന്താണ് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ഹയർ ലെവലും എന്താണ് നിങ്ങൾക്ക് നമ്മൾ ക്ലാസ് എടുത്ത് തരും. അതുകൂടി നിങ്ങൾ എന്താണ് പഠിച്ച് സെറ്റാക്കണം എന്ന് മാത്രം. അതേപോലെ തന്നെ പവേഴ്സിൻ്റെ, അതേപോലെ ഓൾജിബ്ര, കുറച്ചൊരുപാടുള്ള ടോപ്പിക്കുകളും വരുന്നുണ്ട്. ദെൻ ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡ്, ട്രിഗണോമെട്രി, ഇത്രയും കാര്യങ്ങളൊക്കെ. ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കില്ല, ഒരു +1 ലെവലുള്ള ഒരു ടോപ്പിക്കാണ്. കഴിഞ്ഞ വർഷമൊക്കെ എന്താണ് ചോദിച്ചൊരു ടോപ്പിക്കാണ്. ഇതും കൂടി എന്താണ് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. എങ്കിലാണ് എന്ത് മക്കളെ മാത്സിൽ നമുക്ക് ഏകദേശം 60 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞല്ലോ. ഈ 60 ക്വസ്റ്റ്യനിൽ ഏറെക്കുറെ ഒരു 36 മുതൽ 38 ക്വസ്റ്റ്യൻ വരെ എന്താണ് മാത്സ് പ്ലസ് മെന്റൽ എബിലിറ്റി എന്നാണ് എന്ത് നമുക്ക് ചോദിക്കാറുള്ളത്. അതിലേറെക്കുറെ പകുതി 36ന്റെ പകുതി എന്ത് വരും മാത്സ് വരാറുണ്ട്. ഏകദേശം ഒരു 16-17 ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് അല്ലെങ്കിൽ ഒരു 18ഓളം ക്വസ്റ്റ്യൻസ് എന്താണ് നമ്മളെ മാത്സിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്ത് മാത്സ് എന്നുള്ളത്. അതേപോലെ തന്നെ മെൻ്റൽ എബിലിറ്റിയും അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. മെൻ്റൽ എബിലിറ്റിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ചെറിയ ക്ലാസ്സുകളിൽ സ്കോളർഷിപ്പ് എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ മെൻ്റൽ എബിലിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ PSCയും കാര്യങ്ങളൊക്കെ എഴുതുന്ന ആളുകൾക്കും SSC പോലുള്ള എക്സാമുകളൊക്കെയാണ് എന്ത് ഈ ഒരു ടോപ്പിക്കുള്ളൂ. നമ്മുടെ സ്കൂളിൽ പഠിക്കാത്തൊരു ടോപ്പിക്കാണ്. എങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. ആ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കും. അതേപോലെ തന്നെ കുറച്ചുകൂടെ ഹയർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും എന്താണ് നിങ്ങൾക്ക് ചോദിക്കും എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ വെൻ ഡയഗ്രാം. നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് നമ്മൾ വീഡിയോ ക്ലാസ്സുകളും അതേപോലെ ലൈവ് ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഇരിക്കുന്ന എല്ലാ ടോപ്പിക്കുകളുടെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. അതേപോലെ തന്നെ കോഡിങ്, മിസ്സിംഗ് ടേം, അതായത് ഇപ്പോൾ കുറച്ച് ടേമുകൾ തന്നിട്ട് ഇപ്പോൾ ആദ്യം A തന്നു, അതേപോലെ C തന്നു, D തന്നു, അടുത്ത മിസ്സിംഗ് ടേം അല്ലെങ്കിൽ അടുത്ത ടേം അല്ലെങ്കിൽ അടുത്ത ലെറ്റർ ഏത് എന്നൊക്കെയുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇത് മിസ്സിംഗ് ടേം. ദെൻ ആൽഫബറ്റ് ഓർഡേഴ്സ് ഒക്കെ എന്താണ് ഓൾറെഡി നമ്മൾ ഓറിയന്റേഷൻ ക്ലാസ്സുകളിലൊക്കെ എന്താണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഓരോ ലെറ്ററും എത്രാമത്തെ ലെറ്ററാന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതൊക്കെ ഉണ്ട്. അതിൻ്റെ കോഡുകളും കാര്യങ്ങളൊക്കെ എന്താണ് നിങ്ങൾക്ക് നമ്മൾ ക്ലാസ്സിൽ കൃത്യമായിട്ട് തരുന്നതായിരിക്കും. ദെൻ പസിൽസ്, അരിതമെറ്റിക്, ഫിഗർ കൗണ്ട് ചെയ്യാനുള്ള കൗണ്ടിങ് ഫിഗേഴ്സ്. ഇപ്പോൾ ഒരു സ്ക്വയറും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ക്യൂബും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതേപോലത്തെ ഒരുപാട് സ്ക്വയർ വന്നിട്ട് ഇതിൽ എത്ര സ്ക്വയർ ഉണ്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ എന്താണ് അതൊക്കെ കുറച്ചൊരു ട്രിക്കി സംഭവങ്ങളാണ്. ഈ ഒരു ട്രിക്കി സംഭവങ്ങളും കൂടി എന്താണ് നമ്മൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പഠിക്കേണ്ടതെന്ന് ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ എന്താണ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, ഡയറക്ഷൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം A എന്നൊരു കുട്ടി ആദ്യം വലത്തോട്ട് പോയി, പിന്നെ ഇടത്തോട്ട് പോയി, പിന്നെ ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസും എന്താണ് നിങ്ങൾ നോക്കേണ്ടതുണ്ട്. അതേപോലെ റാങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി മുന്നിൽ നിന്ന് 10ാമതും ബാക്കിൽ നിന്ന് 20ാമതുമാണ്. അപ്പോൾ ആ കുട്ടി എത്രാമത്തെയാണെന്നൊക്കെ ആ ഒരു ടൈപ്പ് എന്താണ് ക്വസ്റ്റ്യൻസ് ആണ് അത് വരിക. അതേപോലെ തന്നെ എന്താണ് ബ്ലഡ് റിലേഷൻ എന്ന് പറഞ്ഞാൽ
ഇപ്പോൾ ഒരു കുട്ടിയുടെ മാമൻ്റെ മോളുടെ ആങ്ങള ആ കുട്ടിയുടെ അമ്മയുടെ അനിയൻ്റെ ഭാര്യയാണ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതും എന്താണ് നല്ല സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. അതേപോലെ കലണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് വീട്ടിൽ ആ ഒരു കലണ്ടർ ആയിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനെന്താണ് ഒരുപാട് ട്രിക്കി സംഭവങ്ങൾ എന്താണ് കലണ്ടറിലും ഉണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരേ വർഷത്തെ ഒരേ കലണ്ടർ തന്നെ എന്താണ് റിപ്പീറ്റ് ചെയ്ത് വരാവുന്നതുണ്ട്. അല്ലെങ്കിൽ എന്താണ് ഇത്ര ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഇത്രാമത്തെ ദിവസം എത്ര അല്ലെങ്കിൽ ഏത് ഡേ ആണ് എന്നൊക്കെ ഉള്ള ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അതിലുണ്ടായിരിക്കുക. ദെൻ ക്യൂബ്, ഡൈസ്, ഫിഗർ മെട്രിക്സ് ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഉണ്ട്. ക്ലോക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ മിറർ ഇമേജ്, അതായത് നോർമലി ഒരു ഇമേജ് കൊടുത്തിട്ട് അതൊരു മിററിൽ കാണിച്ചു കഴിഞ്ഞാൽ അതിൽ കാണുന്ന പിക്ചർ ഏതാന്നൊക്കെ ചോദിച്ചിട്ട് ഒരു 4 പിക്ചർ തന്നിട്ട് ആ 4 പിക്ചർ തന്നിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു പിക്ചർ തരും, എന്നിട്ട് അതിൻ്റെ മിറർ ഏതെന്ന് വെച്ചിട്ട് 4 ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. നല്ല നല്ല ക്വസ്റ്റ്യൻസ്, നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് എന്താണ് നമുക്കതിൽ കാണാറുണ്ട്. അതേപോലെ തന്നെ പേഴ്സൻറ്റേജ് മാത്സിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. അത് മെൻ്റൽ എബിലിറ്റിയിൽ രണ്ടിലും എന്താണ് നമുക്ക് എടുക്കാറുണ്ട്. ഏജ്, ലോജിക്കൽ ഓർഡേഴ്സ്, ബൈനറി കോഡിങ്, ദെൻ അതേപോലെ എന്താണ് കംപ്ലീറ്റ് ഫിഗേഴ്സ്, ഇത്തരത്തിലൊക്കെ ഇതൊക്കെ ഏറെക്കുറെ സെയിം. അതേപോലെ ടൈം ആൻഡ് വർക്ക്, ഇതൊക്കെ മാത്സിൽ പറഞ്ഞൊരു സംഭവങ്ങളാണ് അല്ലേ. അതേപോലെ തന്നെ ഏവറേജും കാര്യങ്ങളൊക്കെ, ഇത് ഏവറേജ് ഒക്കെ എന്താണ് നമ്മുടെ മാത്സിൽ വരുന്ന ടോപ്പിക്കുകളാണ് ഇതൊക്കെ. ഓക്കെ, മാത്സും മെൻ്റൽ എബിലിറ്റിയും ഏറെക്കുറെ എന്താണ് കമ്പൈൻ ചെയ്ത ടോപ്പിക്കുകളാണ്. ഈ കമ്പൈൻ ചെയ്ത ടോപ്പിക്കുകൾ എന്താണ് കൃത്യമായിട്ട് നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. കാരണം ഓരോ വർഷം കൂടുന്തോറും എന്താണ് നല്ല ടൈറ്റായിട്ട് വരികയാണ് നമ്മളെ CUT എക്സാം. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ഏറ്റവും കൂടുതൽ ടൈറ്റ് ആക്കാൻ പറ്റുക ഈ മാത്സ്, മെൻ്റൽ എബിലിറ്റി പോലെയുള്ള ടോപ്പിക്കുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു ടോപ്പിക്കുകൾ കുറച്ചൊരു ടൈറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കുക. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് അടുത്ത ഒന്നാണ് GK എന്നുള്ളത്. മക്കളെ, ഈ GK എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാനുണ്ട്. പക്ഷേ ഒരു GK എത്ര പഠിച്ചാലും നമ്മൾ അത് അവസാനിക്കാനും പോകുന്നില്ല. നമ്മളത് സെലക്റ്റീവായിട്ട് കുറേ സബ്ജക്റ്റുകളായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളെ ബാച്ച് ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ GK ഒറ്റ GK എന്ന് പറഞ്ഞ് തന്നാൽ നിങ്ങൾക്ക് ഒന്നും എന്താണ് ഒരു അറ്റം ഉണ്ടാവും, നമ്മളൊരു തുടക്കം ഉണ്ടാവില്ല, ഒരു അവസാനം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഈ GK ഹിസ്റ്ററിയിലെ GK കിട്ടും, ജിയോഗ്രഫിയിലെ GK കിട്ടും, പൊളിറ്റി കോൺസ്റ്റിറ്റ്യൂഷനിലെ GK കിട്ടും, അതേപോലെ എക്കണോമിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, സയൻസ് ആൻഡ് ടെക്കിൻ്റെയും EVSൻ്റെയും അതേപോലെ കറണ്ട് അഫയേഴ്സ്, ഇങ്ങനെ കുറച്ച് സബ്ജക്റ്റുകളായിട്ട് നമ്മൾ എന്താണ് ഡിവിഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓൾറെഡി നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ട് തുടങ്ങിയ കുട്ടികളുണ്ട്, കാണാൻ തുടങ്ങാത്ത കുട്ടികളുണ്ട്. അപ്പോൾ ഇങ്ങനെ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളെ സ്കൂളിൻ്റെ ആപ്പിലായിരിക്കും നിങ്ങൾക്ക് എന്താണ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ വരാം. ഇതിൽ കംപ്ലീറ്റ് എന്താണ് ആപ്പിൽ നിങ്ങൾക്ക് ജനറൽ ടെസ്റ്റും ഇംഗ്ലീഷിൻ്റെയും സബ്ജക്റ്റുകളായിരിക്കും ഉണ്ടാവുക. അതിൽ കൃത്യമായിട്ട് ഹിസ്റ്ററി, ജിയോഗ്രഫി, പൊളിറ്റി എന്നൊക്കെ കാണുമ്പോൾ പല വിദ്യാർത്ഥികൾക്കും തോന്നുന്ന ഒന്നാണ് എന്ത്, അയ്യോ ഞാൻ ഹിസ്റ്ററി അല്ല ഡൊമൈൻ എടുത്തുള്ളത്, അല്ലെങ്കിൽ ഞാൻ പൊളിറ്റി അല്ല, ഞാൻ ജിയോഗ്രഫി ഇല്ല എന്നൊക്കെ തോന്നും. പക്ഷേ നിങ്ങൾ ജനറൽ ടെസ്റ്റ് എഴുതാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ മക്കളെ നിങ്ങൾ എന്താണ് മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓരോന്നായിട്ട് എന്താണ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഹിസ്റ്ററിയിൽ നമ്മൾ എന്താണ് കുറച്ച് മോഡേൺ ഹിസ്റ്ററി ഉണ്ട്, അതേപോലെ തന്നെ ഹിസ്റ്ററിൻ്റെ മിഡീവൽ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് എന്താണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ജിയോഗ്രഫിയിലാണെങ്കിലും അതിൻ്റെ ക്ലൈമറ്റും പോലെയുള്ള കുറച്ച് ടോപ്പിക്കുകൾ കൃത്യമായിട്ട് നമ്മൾ എന്താണ് അതും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കുകൾ, ഇപ്പോൾ ക്ലൈമറ്റ് ആണെങ്കിൽ ക്ലൈമറ്റ് മാത്രമായിട്ട് എന്താണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്, അതേപോലെ വീഡിയോസ് ഉണ്ട്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രിയാമ്പിള്, അതേപോലെയുള്ള ഓരോ ടോപ്പിക്കുകളായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതേപോലെ തന്നെ എക്കണോമിക്സിൽ കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് എക്കണോമിക്സ് പരമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് എക്കണോമിക്സും വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അധിക ക്വസ്റ്റ്യൻ ഒന്നും, ഇപ്പോൾ ഇത്രയും സബ്ജക്റ്റുകൾ കൂടിയിട്ടാണ് ഏറെക്കുറെ ഒരു 20 മാർക്ക്, ഒരു 20 മുതൽ 22 മാർക്ക് വരെയൊക്കെയാണ് ചോദിക്കാറുള്ളത്. 20 മുതൽ 22, ഇനിയിപ്പോൾ മാക്സിമം പോയാൽ 24 ക്വസ്റ്റ്യൻസ്. അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് നമ്മളെ ജനറൽ ടെസ്റ്റിൽ ഈ ഒരു ഭാഗത്തുനിന്ന് GK ഭാഗത്തുനിന്ന് എന്താണ് ചോദിക്കാറില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൂടിയാൽ എന്താണ്, ഇതൊക്കെ കൂടിയിട്ടാണ് ഇത്രയും മാർക്ക് വരുന്നത്. അപ്പോൾ ഹിസ്റ്ററിന്ന് മേബി എന്താണ് ചിലപ്പോൾ 2 മാർക്കിനാവും ചോദിക്കുന്നതായിരിക്കാം, എക്കണോമിക്സ് 2 ആയിരിക്കും. അതേപോലെ ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത് എന്താണ്
കറണ്ട് അഫയേഴ്സിൽ നിന്നാണ്. അത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം. കറണ്ട് അഫെയർ എന്ന് പറഞ്ഞാൽ പത്രം വായിക്കുന്ന ശീലമുള്ള വിദ്യാർത്ഥികൾക്ക് എന്താണ് കറണ്ട് അഫെയർ വളരെ സിമ്പിളായിട്ട് മാറും. ഇപ്പോൾ പത്രം വായിച്ചിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയാസിലൊക്കെ നമ്മൾ ആക്റ്റീവ് ആണെങ്കിൽ, മീഡിയ ചാനലുകളൊക്കെ കാണാറുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ന്യൂസുകളും കുറച്ചൊരു നാഷണൽ ന്യൂസുകളൊക്കെ കാണുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിരിക്കും. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഇത്രയും ടോപ്പിക്കുകൾ ഇപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി കുറച്ചൊരു സയൻസ് റിലേറ്റഡ് ടോപ്പിക്കുകളുണ്ട്. ആ സയൻസിൽ ഇപ്പോൾ നമ്മളിപ്പോൾ സയൻസിൽ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ മൂന്നായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. കാരണം ഇപ്പം സയൻസിൽ ഇപ്പോൾ ഡിസീസസിന്, ബയോളജി ബേസ് ആണെങ്കിൽ ഡിസീസസിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ദെൻ ഫിസിക്സിലാണെങ്കിൽ നമ്മുടെ ലോസ് ചോദിക്കാറുണ്ട്. അതേപോലെ കെമിസ്ട്രിയിൽ അതേ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. അതേപോലെ EVS, എൻവിയോമെന്റൽ എക്കോളജി, എൻവിയോമെന്റൽ സയൻസ്, അതിൽ നിന്നും കുറച്ചൊക്കെ ഈ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടാണ് ചോദിക്കാറുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈ GKയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈ കറണ്ട് അഫെയർസ് ആണ്. മക്കളെ, നിങ്ങൾ ഇന്ന് പോയിട്ട് പത്രം വായിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കറണ്ട് അഫെയർസ് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ വർഷത്തെ എക്സാമിന് കഴിഞ്ഞ 2 വർഷത്തെ കറണ്ട് അഫെയർസ് നമ്മൾ നന്നായിട്ട് നോക്കേണ്ടതുണ്ട്. അതും കൃത്യമായിട്ട് നിങ്ങൾക്ക് നമ്മൾ ക്ലാസ്സുകൾ തരും. അത് മാത്രം നിങ്ങളൊന്ന് പഠിച്ചു പോയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇതും കൂടി സെറ്റായി കഴിഞ്ഞാൽ ഇപ്പോൾ കറണ്ട് അഫെയർ ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം ഇതിലിപ്പോൾ ഹിസ്റ്ററിന്ന് കറണ്ട് അഫെയർസിക്ക് കണക്ഷൻ വരാറുണ്ട്. അതേപോലെ തന്നെ ജോഗ്രഫിന്നും കറണ്ട് അഫെയർക്ക് കണക്ഷൻ വരാം. കാരണം ജോഗ്രഫിക്കലായിട്ട് പുതിയ സംഭവങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, പണ്ട് കണ്ടുപിടിച്ച സംഭവങ്ങൾ തന്നെയാണ്, പക്ഷെ അതുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഇപ്പോൾ വയനാട്ടിൽ ഇപ്പോൾ ഇത്രയും ഫ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഗുജറാത്ത് അതേപോലുള്ള അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ജോഗ്രഫിക്കലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കറണ്ട് അഫയേഴ്സ് എന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റി എന്നാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആർട്ടിക്കിളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. അതേപോലെ എക്കണോമിക്സ്, ബജറ്റുകളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബജറ്റും കാര്യങ്ങളൊക്കെ അതിൽ നിന്നും കറണ്ട് അഫയേഴ്സിലേക്ക് വരാം. സയൻസ് ആൻഡ് ടെക്കിൽ നിന്നും വരാം, എൻവയോൺമെന്റൽ എക്കോളജി നിന്നും വരാം. ഇതിൽ നിന്നൊക്കെ ഈ കറണ്ട് അഫയേഴ്സിലേക്ക് വരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട, നമ്മൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെ പറഞ്ഞു? മെൻ്റൽ എബിലിറ്റി പറഞ്ഞു, മാത്സ് പറഞ്ഞു, അതേപോലെ തന്നെ GK പറഞ്ഞു. സ്പീഡിൽ പറഞ്ഞു പോകുന്നത് എന്താ വെച്ചാൽ നമുക്ക് അധികം സമയമൊന്നും ഇതിന് വേണ്ടിയിട്ട് കളയാൻ നമ്മൾ പാടില്ല. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ മാക്സിമം ഇതൊക്കെ ഒന്ന് ഓടിച്ചു പോയിട്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു തുടങ്ങണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ GK നമ്മൾ സെറ്റ് ചെയ്തു. അതേപോലെ മാത്സ് കഴിഞ്ഞു, മെൻ്റൽ എബിലിറ്റി കഴിഞ്ഞു. അടുത്തതാണ് ഇംഗ്ലീഷ് നമുക്കറിയാം ഏകദേശം 50 ക്വസ്റ്റ്യൻ നമുക്ക് വരും. അതിൽ നിന്ന് 40 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. ഈ 40 ക്വസ്റ്റ്യനും ഈ കോംപ്രിഹെൻഷൻ, അതേപോലെ വെർബുകൾ, സിനോണിംസ്, അതേപോലെ ഇഡിയംസ്, പാർട്ട് ഓഫ് സ്പീച്ച്, വെർബൽ എബിലിറ്റി, ഇത്തരത്തിലുള്ള കുറച്ച് ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ 40 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ ഒരു ടോപ്പിക്കുകൾ ഇപ്പോൾ ഇംഗ്ലീഷ് കുറച്ച് പ്രയാസമാണെന്ന് പല വിദ്യാർത്ഥികളും പറയാറുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാലോ മക്കളെ, ഏറ്റവും സിമ്പിൾ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതിൽ നിന്ന് ഒന്നുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ 40ൽ 40 നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അത്രയും സിമ്പിളായിട്ടും നമുക്ക് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇംഗ്ലീഷും നമുക്ക് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇംഗ്ലീഷ് കഴിഞ്ഞാൽ അടുത്ത സബ്ജക്റ്റാണ് ഡൊമൈൻ സബ്ജക്റ്റ്. ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം നിങ്ങൾക്കറിയാം ഡൊമൈൻ സബ്ജക്റ്റ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്, കഴിഞ്ഞ വർഷമൊക്കെ വന്നിട്ടുള്ളത് 40 ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ 35 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. അതേപോലെ 50 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 45 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി എന്നൊക്കെ. ഇപ്പോൾ കഴിഞ്ഞ വർഷം എക്സാം ഒരു ഹൈബ്രിഡ് മോഡലായിരുന്നു. പക്ഷേ ഈ വർഷം ഫുള്ളി ഓൺലൈൻ ആയിട്ടാണ് നമ്മുടെ എക്സാം നടക്കുക, നിങ്ങൾക്കറിയാം. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻ ആണോ ചോദിക്കുന്നത് അതിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻ കുറച്ചിട്ട് നമ്മൾ ചെയ്താൽ മതി എന്താണെങ്കിലും. ഓക്കെ, പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് +2 എക്സാമിൻ്റെ +2ൻ്റെ സിലബസ് ആണ് ഡൊമൈൻസ് എന്നുള്ളതാണ്. ഡൊമൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ +2ൻ്റെ സിലബസ് ആണ്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ഈ +2 എക്സാമുകൾ എഴുതാൻ പോവുകയാണ്.
ഈ +2 എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ +2 എക്സാമിന് പഠിക്കുന്ന കാര്യങ്ങളിൽ ഏറെക്കുറെ എല്ലാ ഭാഗങ്ങളും എന്താണ് നമ്മുടെ ഈ CUT എക്സാമിനും ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ CUTക്ക് കൂടി ആവശ്യമാണ് എന്നുള്ള ഒരു രീതിയിൽ വേണം നിങ്ങൾ പഠിച്ചു പോകാൻ. ഏതിപ്പോൾ നിങ്ങൾക്കറിയാം CUT എക്സാം എന്ന് പറയുന്നത് എന്താണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് അല്ലേ. ഒരു ക്വസ്റ്റ്യൻ തരും, 4 ഓപ്ഷൻസ് ഉണ്ടാവും, അതിലൊന്ന് എന്താണ് കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ നമ്മൾ എന്താണ് സ്കൂളിൽ പഠിക്കുന്ന ഡിസ്ക്രിപ്റ്റീവ് ലെവലുമാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആക്കി വരാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ NEET JEE ഒക്കെ കോച്ചിങ് ആണെങ്കിൽ എന്താണ് അഡ്വാൻസ് ആയിട്ട് +1 +2 നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ സയൻസ് കൊമേഴ്സ് ഉള്ള കുട്ടികൾക്ക് എന്താണ് CUT മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ, ഒന്നുകൂടെ ഒബ്ജക്റ്റീവ് ലെവലായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഒരു സെന്റൻസ് വായിച്ചു അല്ലെങ്കിൽ ഒരു പേജിൽ നമ്മൾ ഓരോന്നും പഠിക്കുന്ന സമയത്ത് ഇതെന്താണ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യത ഉണ്ട്, ഇത് ഞാൻ CUTക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്, ഇത് ഒന്നുകൂടെ നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്ത് പഠിക്കണം. ആ ഒരു രീതിയിൽ എന്താണ് നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്കറിയാം 27ഓളം എന്താണ് ഡൊമൈൻ സബ്ജക്റ്റുകളുണ്ട്. ഈ ഡൊമൈൻ സബ്ജക്റ്റുകളൊക്കെ എന്താണ് നിങ്ങളിപ്പോൾ പഠിക്കുന്നതാണ്. നമ്മൾ +2 നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റുകളാണ് എന്ത് ഡൊമൈൻ എന്ന് പറയുന്നത് അല്ലേ. ഇത്രയും ഡൊമൈൻ സബ്ജക്റ്റുകളുണ്ട്. ഇത്രയും ഡൊമൈൻ സബ്ജക്റ്റുകൾ നിങ്ങൾ എന്താണ് കൃത്യമായിട്ട് എന്താണ് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഓരോ സബ്ജക്റ്റുകൾ എടുക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് എന്താണ് ഇത് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ, ഇപ്പോൾ സയൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം വരിക കെമിസ്ട്രി, അതേപോലെ തന്നെ എന്താണ് ഫിസിക്സ്, ദെൻ മാത്സ്, ദെൻ ബയോളജി. ഇത്രയും സബ്ജക്റ്റുകളാണ് എന്ത് ഡൊമൈൻ ആയിട്ട് വരിക. ഇനിയിപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്കാണെങ്കിൽ എന്താണ് കമ്പ്യൂട്ടർ സയൻസ് കൂടി എന്താണ് ഉണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ ഇപ്പോൾ കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് എന്താണ് അക്കൗണ്ടൻസി ഉണ്ടായിരിക്കും, ദെൻ ബിസിനസ് സ്റ്റഡീസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ എന്താണ് എക്കണോമിക്സ് ഉണ്ടായിരിക്കും. ചില കുട്ടികൾക്ക് എന്താണ് ഇതിലും എന്താണ് മാത്സ്, ചില സബ്ജക്റ്റുകൾക്ക് എന്താണ് മാത്സ് വരാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഹ്യൂമാനിറ്റീസ് ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഏത് കോഴ്സാണോ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. ഇപ്പോൾ ഹ്യൂമാനിറ്റി സബ്ജക്റ്റുകളാണെങ്കിൽ ഇപ്പോൾ ഡൊമൈനായിട്ട് ഹിസ്റ്ററി വരുന്നുണ്ട്, പൊളിറ്റിക്കൽ സയൻസ് വരുന്നുണ്ട്, അതേപോലെ സോഷ്യോളജി വരുന്നുണ്ട്, സൈക്കോളജി വരുന്നുണ്ട്, തുടങ്ങി ഒരുപാട് എന്താണ് ഡൊമൈൻ സബ്ജക്റ്റുകൾ അതിൽ തന്നെ വരുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ എന്താണ് വേറെയും ഇപ്പം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ലീഗൽ സ്റ്റഡീസ് തുടങ്ങി നിരവധി എന്താണ് നമ്മളെ ഡൊമൈൻ സബ്ജക്റ്റുകളും ഇതിലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് യൂണിവേഴ്സിറ്റി ആണോ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്, അതേപോലെ അതിന് ജനറൽ ടെസ്റ്റ് ആവശ്യമായിട്ട് വരുന്നുണ്ടോ, ഇംഗ്ലീഷ് ആവശ്യമായിട്ട് വരുന്നുണ്ടോ എന്നുള്ള ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ പല വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മക്കളെ, നമുക്ക് ടോട്ടൽ 5 സബ്ജക്റ്റ് ആണ് എന്ത് നമുക്ക് CUTയിൽ എടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. ടോട്ടൽ 5 സബ്ജക്റ്റ്. ഈ 5 സബ്ജക്റ്റിൽ ഒട്ടുമിക്ക കോഴ്സുകൾക്കും അല്ലെങ്കിൽ ഒട്ടുമിക്ക കോളേജുകളിലും എന്താണ് ജനറൽ ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ എന്താണ് ഇംഗ്ലീഷും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 2 സബ്ജക്റ്റ് നമ്മൾ എന്താണ് മസ്റ്റായിട്ടും എടുക്കണം അല്ലേ. ഈ 2 സബ്ജക്റ്റ് നമ്മൾ എന്താണ് നിങ്ങൾക്ക് കോഴ്സിനനുസരിച്ചാണ് ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളിലും ഒട്ടുമിക്ക കോഴ്സുകൾക്കും ഇത് ആവശ്യമാണ്. ഇപ്പോൾ സയൻസ് ഒക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ എന്താണ് ജനറൽ ടെസ്റ്റിൻ്റെ അത്ര ആവശ്യം വരുന്നില്ല, പക്ഷെ എന്താണ് ഇംഗ്ലീഷിൻ്റെ ആവശ്യം അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഹ്യൂമാനിറ്റീസും കൊമേഴ്സും എടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഒട്ടുമിക്ക കോളേജുകളും എന്താണ് ജനറൽ ടെസ്റ്റും വരുന്നുണ്ട്, ഇംഗ്ലീഷും വരുന്നുണ്ട്. അപ്പോൾ സയൻസിൽ തന്നെ പല കോളേജുകളും ജനറൽ ടെസ്റ്റ് ആവശ്യമായിട്ട് വരുന്ന കോളേജുകളും ഉണ്ട്. ഓക്കെ, അതൊക്കെ എന്താണ് ഓരോ കോളേജുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 5 സബ്ജക്റ്റ് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. കാരണം കൂടുതൽ സബ്ജക്റ്റ് മാക്സിമം സബ്ജക്റ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് അത്രത്തോളം ഓപ്ഷൻസ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. 5 സബ്ജക്റ്റിലെ ജനറൽ ടെസ്റ്റ് ഒരു സബ്ജക്റ്റ്, ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ്, അതിന് പുറമെ
3 ഡൊമൈൻ സബ്ജക്റ്റ് കൂടി എന്താണ് നമുക്ക് എടുക്കാം എന്നുള്ളതാണ്. 3 ഡൊമൈൻ സബ്ജക്റ്റുകൾ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും 1, 2, 3 കോഴ്സുകളൊക്കെ നിങ്ങൾ എന്താണ് മുന്നിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ചില വിദ്യാർത്ഥികൾ സയൻസ് മാത്രം എടുക്കാൻ, ഇപ്പോൾ സയൻസ് +2 സയൻസ് പഠിച്ചു, സയൻസ് മാത്രം എടുക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് എന്താണ് ഇംഗ്ലീഷ് മസ്റ്റ് ആയിട്ട് വേണം, പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, അതേപോലെ തന്നെ മാത്സ്, ബയോളജി, ഇത്രയും സബ്ജക്റ്റുകൾ. ഇത് 4 എണ്ണമായി. അതിന് പുറമെ 1 ഇംഗ്ലീഷും, 5 സബ്ജക്റ്റായി. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, കൊമേഴ്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ജനറൽ ടെസ്റ്റ് 1 വേണം, ഇംഗ്ലീഷ് 1 വേണം, അതിന് പുറമെ എന്താണ് ഇപ്പോൾ ബിസിനസ് സ്റ്റഡീസ് വേണ്ടി വരും, അതേപോലെ തന്നെ എന്താണ് അക്കൗണ്ടൻസി വേണ്ടി വരും, ദെൻ നമ്മൾ എക്കണോമിക്സ് വേണ്ടി വരും. അപ്പം 3 ഡൊമൈനായി, അതേപോലെ തന്നെ 2 ജനറൽ ടെസ്റ്റ് ഇതും കൂടി 2, ടോട്ടൽ 5 സബ്ജക്റ്റ് ആയി. അതേപോലെ ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് ഡിഗ്രി എടുക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ മസ്റ്റായിട്ടും ജനറൽ ടെസ്റ്റ് ഇംഗ്ലീഷും ആവശ്യമായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ജനറൽ ടെസ്റ്റ്, ദെൻ ഇംഗ്ലീഷ്, അതിന് പുറമെ ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിച്ചത്, ഹിസ്റ്ററി ആണെങ്കിൽ ആ ഹിസ്റ്ററി മാത്രം മതി, ഹിസ്റ്ററി മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഹിസ്റ്ററി മാത്രം മതി. അപ്പോൾ എന്താണ് നിങ്ങൾ ഈ 3 സബ്ജക്റ്റ് മാത്രം എഴുതിയാൽ മതി. പക്ഷേ ഡൽഹി പോലെയുള്ള യൂണിവേഴ്സിറ്റികൾക്ക് നിലവിലത്തെ ഒരു അപ്ഡേറ്റ് പ്രകാരം എന്താണ് നിങ്ങൾക്ക് നമ്മൾ +2 പഠിച്ച 3 ഡൊമൈൻസ് വേണമെന്നുണ്ട് ഡൽഹിക്ക് മാത്രം. അങ്ങനെ ഒരു കേസിൽ ഇപ്പോൾ ഡൽഹിയുടെ ഒരു കേസ് ഇപ്പോൾ എങ്ങനെയാണെങ്കിലും ചെറിയൊരു അപ്ഡേഷൻ വരാൻ സാധ്യതയുണ്ട്. അത് വിത്തിൻ ഡേയ്സിൽ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നോർമൽ കേസിൽ ഇപ്പോൾ സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് എടുത്ത വിദ്യാർത്ഥികൾക്ക് വേറെ ഡിഗ്രിക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, വേറെ ഡിഗ്രികൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മിനിമം +2 പഠിച്ച 3 ഡൊമൈൻസ് വേണം. പക്ഷേ നമ്മൾ എന്താണ് ആ ഒരൊറ്റ കോഴ്സ് മാത്രമേ നമുക്ക് അതിലെടുക്കാൻ സാധിക്കുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള യൂണിവേഴ്സിറ്റികളിൽ കോഴ്സ് എടുക്കാൻ ചെറിയൊരു പ്രയാസം അതിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡൽഹിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടായിരിക്കും. ഇപ്പോൾ നിലവിൽ നിങ്ങൾ എന്താണ് 3 ഡൊമൈൻസ് എന്താണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഡൊമൈൻസ് നിങ്ങൾ ചൂസ് ചെയ്ത് വെക്കുക. അപ്പോൾ കുറച്ച് ഡേയ്സ് കഴിയുമ്പോൾ എന്താണ് എങ്ങനെയാണെങ്കിലും അതിൻ്റെ അപ്ഡേഷൻസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ സമയത്ത് നമുക്ക് എന്താണ് അത് ചൂസ് ചെയ്താൽ മതി. അപ്പോൾ മക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, 5 സബ്ജക്റ്റുകളും നിങ്ങൾ എടുത്തേ മതിയാവും എന്ന് പറഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് ഒറ്റ സബ്ജക്റ്റ് ജനറൽ ടെസ്റ്റോ ഇംഗ്ലീഷോ മാത്രം നിങ്ങൾ എടുത്താൽ മതി. പക്ഷേ നിങ്ങൾക്ക് അത്രയും ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കുള്ളൂ. അത് ഭയങ്കര ലിമിറ്റേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് മിനിമം 5 പേപ്പർ 5 സബ്ജക്റ്റ് നിങ്ങൾ എടുക്കണം. കാരണം പല വിദ്യാർത്ഥികളും അപ്ലൈ ചെയ്യുന്ന സമയത്ത് പറയാറുണ്ട്, എനിക്ക് ഈ 2 ഏറ്റവും കുറവ് ഏത് അപ്ലൈ ചെയ്യാൻ അത് മതി എന്ന് പറയാറുണ്ട്. ചിലപ്പോൾ കുറവ് ഇപ്പോൾ 2 സബ്ജക്റ്റിന് ഒരു എമൗണ്ട് ആവും, 3 സബ്ജക്റ്റിന് മറ്റൊരു എമൗണ്ട് ആവും, 4 സബ്ജക്റ്റിന് വേറൊരു എമൗണ്ട് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അതിലേക്ക് നിങ്ങൾ നിൽക്കരുത്. ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മൾ എന്താണ് എത്ര ടോപ്പിക് ആണോ മാക്സിമം ഉള്ളത്, ഇപ്പൊ 5 സബ്ജക്റ്റ് ആണ് മാക്സിമം ഉള്ളത്, ആ 5 സബ്ജക്റ്റ് നിങ്ങൾ എന്താണ് മാക്സിമം എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റുകൾക്കും ആവശ്യമായിട്ട് വരുന്നതാണ് ഇത് ജനറൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ജനറൽ ടെസ്റ്റും അതേപോലെ തന്നെ ഇംഗ്ലീഷും. ഇപ്പോൾ നമ്മൾ എന്താണ് ഇംഗ്ലീഷിൻ്റെയും ജനറൽ ടെസ്റ്റിൻ്റെയും ബാച്ച് നമ്മൾ ഈ ആഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത ബാച്ച് ഉണ്ട്. അപ്പോൾ അതിൽ ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാം. കാരണം ആകെ നമുക്കിപ്പോൾ ഇതിപ്പോൾ ജനുവരി ആയി അല്ലേ, ജനുവരി ഉണ്ട്, അതേപോലെ തന്നെ ഫെബ്രുവരി, ദെൻ മാർച്ച്, ഏപ്രിൽ, മെയ് 1, 2, 3, 4, 5 മാസം എന്താണ് നമുക്ക് CUTക്ക് സമയമുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും. പക്ഷേ മക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഈ മാർച്ച് മാസം അതേപോലെ ഫെബ്രുവരി മാസം നമ്മൾ എക്സാമിൻ്റെ ഒരു ചൂടിലായിരിക്കും. എല്ലാവരും എന്താണ് നമ്മുടെ പബ്ലിക് എക്സാമിൻ്റെ ചൂടിലായിരിക്കും. സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ CUTയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ +2 ജസ്റ്റ് പാസ്സായാൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് എത്താനൊക്കെ പറ്റും. പക്ഷെ എന്താണ് നമ്മൾ ആ സമയത്ത് നിങ്ങൾ +2 എക്സാമിനെ തന്നെ എന്താണ് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഇപ്പോൾ പല യൂണിവേഴ്സിറ്റികളിലും ഇപ്പോൾ സ്പോട്ട് അഡ്മിഷൻ പോലെയുള്ള ചില കേസിൽ ഒരേ മാർക്കുള്ള ആളുകളൊക്കെ വന്നാൽ +2ൻ്റെ മാർക്കൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് +2ൽ നിങ്ങൾ നല്ല മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം. അതിനെന്താണ് ഈ 2 മാസം നമ്മൾ ഫുള്ളി എന്താണ് +2 എക്സാമിൻ്റെ ആ ഒരു തിരക്കിലായിരിക്കും. ഓക്കെ,
അപ്പോൾ നമുക്ക് എന്താണ് ആകെ ഈ ഒരു 3 മാസം, ഈ 3 മാസത്തിൽ ജനുവരിയിൽ നമ്മൾ എന്താണ് കുറച്ച് ക്ലാസ്സുകൾ തരും. അതേപോലെ തന്നെ എന്താണ് പിന്നെ ഏപ്രിൽ മുതലായിരിക്കും നമ്മളെ ഏറ്റവും ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ട് നമുക്ക് ക്ലാസ് നമ്മൾ തന്നു തുടങ്ങാം. ഏറ്റവും ടോപ്പ് ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയം 2 മാസമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു ടൈം നമുക്ക് കിട്ടുക. കാരണം എക്സാം ഒക്കെ കഴിഞ്ഞ് നല്ല ഫ്രീ ആയിട്ട് നമുക്ക് തുടങ്ങുമ്പോൾ ഫുള്ളി എന്താണ് നമുക്ക് CUT ഫോക്കസ് ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ 2 മാസം നമുക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ ചെറിയ തോതിൽ ജനുവരി തന്നെ നമ്മൾ പതുക്കെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ CUT നിങ്ങൾ ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണോ നിങ്ങൾ എത്താൻ ആഗ്രഹിക്കുന്നത് ആ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ എന്താണ് നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ഏതെങ്കിലും കുട്ടികളൊക്കെ എന്താണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്താനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ എൻസ്കൂളിനെ കുറിച്ചും നിങ്ങൾക്ക് അതിൻ്റെ ബാച്ചുകളെ കുറിച്ചൊക്കെ നിങ്ങൾ അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ഈ വീഡിയോയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാ വിദ്യാർത്ഥികളും നമുക്ക് നല്ല കട്ടയ്ക്ക് പഠിച്ചു തുടങ്ങാം. നല്ല നല്ല കുട്ടികളായിട്ട് നമുക്ക് പഠിക്കും വേണം. നിങ്ങൾ വിചാരിച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്ക് നമുക്ക് എത്തും വേണം. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും അതേപോലെ തന്നെ എക്സാമുകളും സ്റ്റഡി മെറ്റീരിയലും ഒക്കെ നിങ്ങൾക്ക് എന്താണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ക്ലാസ്സിൻ്റെ ഒരു രീതി കൂടി പറഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ക്ലാസ് തുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് അറിയുന്നുണ്ടായിരിക്കും എങ്ങനെയാണ് എൻസ്കൂളിൻ്റെ ക്ലാസ്സുകൾ എന്നൊക്കെ ഉള്ളത്. നമ്മുടെ എൻസ്കൂളിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എന്താണ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്താണ് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. നമ്മൾ അതൊക്കെ എന്താണ് അഡ്മിഷൻ എടുത്തതിന് ശേഷം മാത്രം ചെയ്താൽ മതി. കാരണം എന്താ വെച്ചാൽ എൻസ്കൂളിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് എൻസ്കൂളിൻ്റെ ലോഗോ. ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ് അതിന് നമ്മളൊരു യൂസർ ഐ ഡിയും ഒരു പാസ്വേഡും എന്താണ് നിങ്ങൾക്ക് തരണം. അത് കൃത്യമായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് അതിൽ വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, സ്റ്റഡി കാർഡുകൾ ഉണ്ടായിരിക്കും, പ്രാക്ടീസ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉണ്ടായിരിക്കും, ഡൊമൈൻ സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ എന്താണ് അതിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ഓഫ്ലൈൻ ബാച്ച് ഈ മാസം, അതായത് ജനുവരി മാസം തന്നെ എന്താണ് ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് എന്താണ് ഓഫ്ലൈൻ ബാച്ചിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ നിലവിൽ എന്താണ് 5 ഓഫ്ലൈൻ ബാച്ചുകൾ എന്താണ് എൻസ്കൂളിലുണ്ട് ഇപ്പോൾ നിലവിൽ. അപ്പോൾ അതിന് പുറമെ എന്താണ് കുട്ടികൾ വരികയാണെങ്കിൽ 1-2 ബാച്ച് കൂടി എന്താണ് വരാൻ സാധ്യതയുണ്ട്. എല്ലാ വർഷവും എന്താണ് ഏറ്റവും കൂടുതൽ ഓഫ്ലൈൻ ബാച്ചുകൾ എൻസ്കൂളിൽ ഉണ്ടാവാറുണ്ട്. കാരണം 5-6 ഓഫ്ലൈൻ ക്ലാസ്സുകൾ എല്ലാ വർഷം ഉണ്ടാവാറുണ്ട്. ഹോസ്റ്റൽ ഫെസിലിറ്റികളും ഗേൾസ് ഹോസ്റ്റലാണെങ്കിലും ബോയ്സ് ഹോസ്റ്റലാണെങ്കിലും ഒക്കെ എന്താണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഡൊമൈൻ സബ്ജക്റ്റിൻ്റെ ഒരു കേസ്. ഡൊമൈൻ സബ്ജക്റ്റുകൾ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടായിരിക്കില്ല. ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ എന്താണ് ജനറൽ ടെസ്റ്റിനും അതേപോലെ തന്നെ എന്താണ് ഇംഗ്ലീഷിനുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഡൊമൈൻ സബ്ജക്റ്റുകളാണെങ്കിൽ ഫുള്ളി റെക്കോർഡഡ് ആയിരിക്കും. റെക്കോർഡഡും അതേപോലെ തന്നെ എന്താണ് ലൈവ് ക്ലാസ്സുകളും ആയിരിക്കും. ഓക്കെ, എല്ലാ സബ്ജക്റ്റുകൾക്കും എന്താണ് ഡൊമൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് CUT-യുമായി ബന്ധപ്പെട്ടിട്ട് ഏത് സർവീസിനാണെങ്കിലും നിങ്ങൾക്ക് എന്താണ് എൻസ്കൂളിൻ്റെ സഹായം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എല്ലാവർക്കും CUT എക്സാം കിട്ടാൻ എല്ലാവരും എന്ത് ചെയ്യുക, നല്ല നല്ല കുട്ടികളായിട്ട് നല്ല കട്ടയ്ക്ക് പഠിക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും എന്താണ് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.